ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇത് നമുക്ക് ഫേസ് വാഷ് 3 വെറൈറ്റി ഫേസ് വാഷ് എങ്ങനെ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് വാട്ടർ വെച്ചിട്ട് ഇത് 3 കാണുന്നത് ഒന്ന് ഓറഞ്ച് പീലിൻ്റെ എക്സ്ട്രാക്ട്, രണ്ടെന്ന് പറയുന്നത് മഞ്ചിഷ്ട, പിന്നെ ഒരെണ്ണം ഗ്രീൻ ടീ. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് എല്ലാ ടൈപ്പ് സ്കിന്നിനും നമുക്ക് യൂസ് ചെയ്യാം. ഫേസ് വാഷ്, ഷാമ്പൂ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആക്കി കളയാതിരിക്കാനായിട്ട് നോക്കണം. അതിനുവേണ്ടി നമ്മൾ വേറെ എന്തൊക്കെ സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സർഫക്റ്റൻ്റ്, അതായത് നമ്മുടെ ചെളി അഴുക്കൊക്കെ കഴുകി കളയുന്ന ആ സോപ്പ് ഉണ്ടല്ലോ, അതിൽ ഉപയോഗിക്കുന്ന ആ സോപ്പിൻ്റെ ഗുണമുള്ള ആ സാധനമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് വളരെ മൈൽഡായിരിക്കണം. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ അയോണിക് നോൺ അയോണിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന അതിനുവേണ്ടി നമ്മൾ ഈ ചെളി കഴുകി കളയുന്ന ആ സാധനത്തിന് സർഫക്റ്റൻ്റ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് നാച്ചുറലായിട്ട് കോക്കനട്ടിൽ നിന്നൊക്കെ ഡിറൈവ് ചെയ്ത് വന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് മുഖത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡ്രൈനെസ്, അത് സ്കാൽപ്പ് ആയാലും ഫേസ് ആയാലും ഭയങ്കര ഒരു ഡ്രൈനെസ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഫസ്റ്റ് നമുക്ക് ഗ്രീൻ ടീ എക്സ്ട്രാക്ട് വെച്ചിട്ടുള്ളത് ഉണ്ടാക്കാം. അതിൽ വേണ്ട കാര്യങ്ങൾ ഡിസ്റ്റിൽഡ് വാട്ടർ, വെജിറ്റബിൾ ഗ്ലിസറിൻ, ഗം. അപ്പോൾ ഗമ്മും വെജിറ്റബിൾ ഗ്ലിസറിനും നമ്മൾ എപ്പോഴും മിക്സ് ചെയ്യുന്നത് പോലെ തന്നെ, പിന്നെ വെള്ളം, പിന്നെ ഇതിൽ സർഫക്റ്റൻ്റ്, അതായത് ഡേർട്ടൊക്കെ വാഷ് ചെയ്ത് കളയുന്ന രണ്ട് സാധനങ്ങൾ ഡെസൈൽ ഗ്ലൂക്കോസൈഡ് ആൻഡ് CAPB 30%. ഇത് രണ്ടും CAPB എന്ന് പറയുന്നത് അതൊരു ഹാഫ് നാച്ചുറലും ഹാഫ് സിന്തറ്റിക്കുമാണ്. ഇത് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് കോക്കനട്ടിൽ നിന്നാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഷാമ്പൂ അല്ലെങ്കിൽ ഈ ഫേസ് വാഷ് എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ ഇതെങ്ങനെയാണെന്നോ, ഈ ഫോമുലയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ആദ്യം ഡിസ്റ്റിൽ വാട്ടർ എടുത്തു, അതിലേക്ക് പിന്നീട് സന്തൻ ഗമ്മും വെജിറ്റബിൾ ഗ്ലിസറിനും മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ സർഫക്റ്റൻ്റ് ഡെസൈൽ ഗ്ലൂക്കോസൈഡും കാബ് 30%, പിന്നെ വൈറ്റമിൻ ഇ, ഫ്രാഗ്രൻസ് ഓയിൽ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. പക്ഷേ പ്രശ്നം ഇവിടെ എന്താണ് ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെജിറ്റബിൾ ഗ്ലിസറിനും സാന്താനും കൂടി ഡിസ്റ്റിൽഡ് വാട്ടറിൽ ആദ്യം ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുമല്ലോ. അതിലേക്ക് പിന്നെ സർഫക്റ്റൻ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ സാന്താൻകം അത് മിക്സ് ചെയ്ത് വരാനായിട്ട് കുറച്ച് നമ്മൾ ഇളക്കുമ്പോൾ അത് ശരിക്കും ഇങ്ങനെ പതഞ്ഞ് വരും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നീട് ആ ഫോം പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞ് 3-4 ദിവസം വെച്ചാൽ മാത്രമേ ആ ഫോം അതിൽ നിന്ന് പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രിസർവേറ്റീവ് എല്ലാത്തിനും ഒരുപോലെ പ്രിസർവേറ്റീവ് നമ്മൾ pH ചെക്ക് ചെയ്തിട്ട് വേണം പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം പ്രിസർവേറ്റീവ് വർക്ക് ചെയ്യുന്നൊരു റേഞ്ച് ഉണ്ട്, ഓരോരുത്തരുടെയും പ്രിസർവേറ്റീവ് ആ റേഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുവരണം. സർഫക്റ്റന്റിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും pH ഭയങ്കരമായിട്ട് ഹൈ ആയിട്ട് പോകും. പക്ഷേ സിന്തറ്റിക് ആയിട്ടുള്ള ചില സർഫക്റ്റന്റുകൾ ഉണ്ട്, അത് നമ്മൾ ആഡ് ചെയ്താലും pH വലിയ വേരിയേഷൻ ഒന്നും വരാത്തത്. ഇത് പക്ഷേ ഞാൻ pH ടെസ്റ്റ് ചെയ്തപ്പോൾ 11 അപ്പോൾ നമുക്കൊരു 5.66 കൊണ്ടുവരണം. അപ്പോൾ സിട്രിക് ആസിഡ് ആണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. 0.08 ആണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് ആഡ് ചെയ്ത് നമ്മൾ ഇളക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് വരുന്നത്. അതിനുശേഷം നമ്മൾ ഇത് pH ടെസ്റ്റ് ചെയ്യണം, എന്നിട്ട് ഉറപ്പ് വരുത്തണം അത് ആ റേഞ്ചിൽ 5.6 റേഞ്ചിൽ pH നിൽക്കുന്നുണ്ടെന്ന്. വരുന്ന രണ്ട് ഫോമുലയിൽ സ്റ്റെപ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, ഇൻഗ്രീഡിയൻസും കൂട്ടി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് നമുക്ക് റെഡ് കളർ കിട്ടാനായിട്ട് അതിന് ഞാൻ ഉപയോഗിച്ചത് മഞ്ചിഷ്ടയാണ്. മഞ്ചിഷ്ട എക്സ്ട്രാക്റ്റ് ആണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ചെമ്പരത്തിയില്ലേ അതുപോലെയുള്ള റെഡ് കളറുള്ള ഫ്ലവേഴ്സിൻ്റെ ഗ്ലിസറേറ്റ് ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടീ തിളപ്പിച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സ്റ്റെപ്പിൽ ഒരു ചെറിയ വേരിയേഷൻ വന്നിരിക്കുന്നത് ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് നമ്മൾ സർഫക്റ്റൻ്റ് കൊക്കോ ഗ്ലൂക്കോസൈഡും, ഈ പ്രാവശ്യം ഞാൻ ഉപയോഗിക്കുന്നത് കൊക്കോ ഗ്ലൂക്കോസൈഡാണ്, മറ്റേതിൽ ഡെസൈൽ ഗ്ലൂക്കോസൈഡ്, ഇത് രണ്ടും സർഫക്റ്റൻ്റ് ആണ്. ഏതാണോ നിങ്ങൾക്ക് രണ്ടും നാച്ചുറൽ ആണ്. പിന്നെ ക്യാബും, ഇത്രയും കാര്യങ്ങൾ വൈറ്റമിൻ ഇ ഇതെല്ലാം ആഡ് ചെയ്ത് എന്നിട്ട് നമ്മൾ പിന്നീടാണ് നമ്മൾ സാന്താൻ ഗമ്മും മഞ്ചിഷ്ട എക്സ്ട്രാക്ട് ഇത് ഗ്ലിസറിനിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഗ്ലിസറിനിൽ തന്നെ ഗമ്മ് നമ്മൾ മിക്സ് ചെയ്താൽ മതി. പിന്നെ ഇതിൽ നിങ്ങളൊരു കാര്യം കാണും, ഒലിവിയം 300, ഇതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് വെള്ളത്തിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മിക്സ് ആവില്ല. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ക്വാണ്ടിറ്റി ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റി ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന് കുറച്ച് തിക്നെസ് കൂട്ടണം, അതുപോലെ കുറച്ച് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫോമുലയിൽ കാണിച്ച പോലെ വാട്ടറിലേക്ക് സർഫക്റ്റൻ്റ് കൊക്കോ ഗ്ലൂക്കോസൈഡും ക്യാബും, ഇതിൽ കൊക്കോ ഗ്ലൂക്കോസൈഡാണ് ഞാൻ പറഞ്ഞല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്, ഇതും വേറൊരു സർഫക്റ്റൻ്റ് ആണ്. പിന്നീട് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ മഞ്ചിഷ്ട എക്സ്ട്രാക്ട്, വൈറ്റമിൻ ഇ, അതുപോലെ ഒലിവിയം 300, ഫ്രാഗ്രൻസ്, പ്രിസർവേറ്റീവ് ആഡ് ചെയ്യരുത്. എന്നിട്ട് ഇതാണ് എൻ്റെ മഞ്ചിഷ്ട എക്സ്ട്രാക്ട്. നല്ല കളർ കൊടുക്കുന്ന ഒരു സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടം മഞ്ചിഷ്ട, ഒത്തിരി നല്ലതുമാണ് സ്കിന്നിനും അതെ ഹെയറിനും അതെ. എന്നിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ദിവസമെങ്കിലും ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഗമ്മ് ശരിക്കും നന്നായിട്ട് അതിലേക്ക് ചേർന്ന് വരുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഗമ്മിൻ്റെ ഇത് കുറച്ചിട്ടുണ്ട്. മറ്റേത് നല്ലൊരു തിക്ക് ജെൽ കൺസിസ്റ്റൻസിയിലായിരുന്നു മുന്നത്തെ ഗ്രീൻ ടീയുടെ ഫേസ് വാഷ്.
പക്ഷേ ഇത് നമുക്കൊരു ഒരു മീഡിയം വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഗമ്മ കൂട്ടിയും കുറച്ചൊക്കെ അതിൻ്റെ തിക്നെസ് കൂട്ടിയെടുക്കാം. ഞാൻ മറ്റേതിൽ 100 ഗ്രാമിന് 1.2 യൂസ് ചെയ്തെങ്കിൽ ഇതിൽ ഞാൻ 0.55 ഞാൻ ഇതിലേക്ക് ഗമ്മ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ pH ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ബ്ലൂ കളറിൽ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഒരു 11-12 pH ഉണ്ടായിരുന്നത്. പിന്നെ അത് താഴേക്ക് കൊണ്ടുവന്ന് സിട്രിക് ആസിഡ് യൂസ് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവന്ന് ഇനിയിപ്പോൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പിന്നീട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് പ്രോപ്പർ pHയിലേക്ക് കൊണ്ടുവരാം. ഇനി അടുത്ത് നമുക്ക് ഓറഞ്ച് കളറിലുള്ളത് എങ്ങനെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം ഓറഞ്ച് പീലിൻ്റെ ടീ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിയത് അത് എടുത്തിട്ട് നമ്മൾ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഒരു ദിവസമെങ്കിലും ഇരുന്നോട്ടെ. എന്നിട്ട് അത് നമ്മൾ 68 ഗ്രാമാണ് നമ്മൾ വാട്ടർ നമ്മൾ ഫോമുലയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 80 ഗ്രാമെങ്കിലും നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മളതിനെ ഫിൽറ്റർ ചെയ്തെടുക്കും. ഒരു തരി പോലും ഇതിൻ്റെ വളരെ അടുത്ത ഫിൽറ്ററിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ളവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഹാഫ് ഈ ഓറഞ്ച് പീലിൻ്റെ ഈ ജ്യൂസും ഹാഫ് നോർമൽ ഡിസ്റ്റിൽഡ് വാട്ടറും ഉപയോഗിക്കാം. അല്ല ഇപ്പോൾ മുഖക്കുരുള്ളവരാണ്, വലിയ സെൻസിറ്റീവ് സ്കിൻ ഒന്നും അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് പീലിൻ്റെ ഈ ജ്യൂസ് തന്നെ ഉപയോഗിക്കാം. ഞാനത് തന്നെയാണ് ഉപയോഗിച്ചത്. ഞാൻ അതിലേക്ക് വേറെ ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്തില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയല്ല ഫോമുല ഒലിവിയം 300, ഡിസൈൽ ഗ്ലൂക്കോസൈഡ്, കാബ്, അതായത് നമ്മുടെ സർഫക്റ്റൻറ്റ് ഒലിവിയം 300, അതുപോലെ തന്നെ ഒലിവ് സ്ക്യുലൈൻ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ഇതിനു മുമ്പ് പലതിലും പറഞ്ഞിട്ടുണ്ട്. അതായത് ഒലിവ് ഓയിലിൻ്റെ ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ ഫാറ്റൊക്കെ മാറ്റിയിട്ട് വളരെ തിന്നായിട്ടുള്ളൊരു ഓയിലാണത്. അത് പിന്നെ നീരോളി ഇതിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ തിന്നായിട്ടുള്ള ഓയിൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് നോക്കണം. പിന്നെ നീരോളി എന്ന് പറയുന്നത് നീരോളി എസെൻഷ്യൽ ഓയിൽ. കാരണം നമ്മൾ ഓറഞ്ചിൻ്റെ ആണ് ഉണ്ടാക്കുന്നത്. ഓറഞ്ചിൻ്റെ പൂവാണ് ഈ നീരോളി എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിനൊരു ഓറഞ്ചിൻ്റെ സ്മെല്ലും ഈ പൂവിൻ്റെ സ്മെല്ലും ആകുമ്പോൾ ഒരു വേറൊരു നല്ലൊരു മണമാണ്. ഇനി നമുക്ക് ഗ്ലിസറിൻ ആൻഡ് കുക്കുംബർ എക്സ്ട്രാക്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഗ്ലിസറിൻ തന്നെയാണ്. അപ്പോൾ ടോട്ടൽ 6.25. അപ്പോൾ കുക്കുംബറിൻ്റെയും കൂടി ഒരു ഗുണം ഇതിലേക്ക് കിട്ടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ബാക്കി എല്ലാ സ്റ്റെപ്പും പിന്നെ ഒരുപോലെയാണ്. pH ടെസ്റ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് pH ഒരു പ്രാവശ്യം നമ്മൾ ഒരു പ്രോഡക്റ്റിന് pH ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഏകദേശം എത്രയാണ് സിട്രിക് ആസിഡ് pH ഡൗൺ ആക്കാനായിട്ട് ചേർക്കേണ്ടതെന്ന് നമുക്കറിയാം. പിന്നെ അത് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും 0.08 നമ്മൾ പിന്നെയും സിട്രിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനുശേഷം പ്രിസർവേറ്റീവ് ആഡ് ചെയ്തതിന് ശേഷം പിന്നെയും pH പിന്നെ ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്താൽ മതി. പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആയി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളത് എടുത്ത് വെക്കണം. ഒരു ദിവസമെങ്കിലും വെച്ച് കഴിയുമ്പോൾ ആ ഗമ്മൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരും. ഇപ്പോൾ നമ്മുടെ 3 വെറൈറ്റി നമ്മുടെ നാച്ചുറൽ കളറ് കൊടുത്തിട്ട് കൊണ്ടുള്ള ഫേസ് വാഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫോം അത്ര അധികം ഉണ്ടാവില്ല, വളരെ ലൈറ്റായിട്ടുള്ള ഫോം. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ കംപ്ലീറ്റ് ഓയിൽ വാഷ് ഔട്ട് ചെയ്ത് കളയില്ല. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ടൈപ്പ് സ്കിന്നിനും, ഈ ഡ്രൈ സ്കിന്നിനായാലും, കാരണം ഡ്രൈ സ്കിന്നിന് മറ്റു ടൈപ്പുള്ള നമ്മൾ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഡ്രൈനെസ് നമുക്ക് മുഖത്ത് ഫീൽ ചെയ്യും. പക്ഷേ ഇത് അത്ര ഡ്രൈനെസ് ഉണ്ടാവില്ല. പക്ഷേ എപ്പോഴും ഞാൻ അഡ്വൈസ് ചെയ്യുക, ഡ്രൈ സ്കിന്നുകാരാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതൊരു ഫേസ് വാഷും നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ എപ്പോഴും നമുക്ക് ഒരു എന്താ പറയുക, ഒരു എക്സ്ഫോളിയേഷൻ വളരെ അത്യാവശ്യമായിട്ടുള്ള ആൾക്കാരാണ് ഡ്രൈ സ്കിൻ. അപ്പോൾ നാച്ചുറലായിട്ട് ഏതെങ്കിലും ഒരു സ്ക്രബ്ബ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 3 അതിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഗ്രീൻ നല്ല ജെൽ ടൈപ്പാണ്. ഇതൊന്നും കൂടി മഞ്ചിഷ്ടയുടെ എക്സ്ട്രാക്റ്റ്, കാരണം അതിനനുസരിച്ചുള്ള ഗമ്മുകൾ നമ്മൾ മാറി മാറി ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹാൻഡും നല്ല ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ എന്തോരം ഫോം ഉണ്ടെന്നും കൂടി നമുക്ക് നോക്കാം. നമുക്ക് ഒത്തിരി ഫോം ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കര വാഷ് ചെയ്യാൻ എളുപ്പമൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ മുഖത്ത് ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യും. അപ്പോൾ ആവശ്യത്തിനുള്ള ഫോമൊക്കെ ഇതിലുണ്ട്. വൃത്തിയായിട്ട് മുഖം നല്ല വൃത്തിയായിട്ട് എന്ത് മേക്കപ്പ് ആയാലും എന്തായാലും കളയാനായിട്ട് നല്ല നാച്ചുറലായിട്ടുള്ളൊരു സാധനമാണ്. എല്ലാവരും പറ്റുന്ന വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെയുള്ള ഫേസ് വാഷ്, ഷാമ്പൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ ക്രീമുകൾ ഇതിനൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ കളർ കൊടുക്കുന്നതിന് പകരം ഇതാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുണവും കിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിൽ എത്രയോ ടൈപ്പ് ഫ്ലവേഴ്സ് അല്ലെന്ന് വെച്ചാൽ ഒത്തിരി കാര്യങ്ങളുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ളത്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് നാച്ചുറലായിട്ട് കളറും കൊടുക്കാം. അതുപോലെ തന്നെ നല്ല അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഗ്ലിസറേറ്റ് ഉണ്ടാക്കിയെടുക്കാം, അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ടീ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.